അമ്മയും ഇറങ്ങിയത് കഴിഞ്ഞ് ഞാനായിട്ട് നേരത്തെ എണീറ്റാ പിന്നെ അമ്മേനെ എനിക്ക് പോവാ. അപ്പോൾ ഫസ്റ്റ് ഡേ ഇൻ മൂന്നാർ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ KSRTCൻ്റെ ഉല്ലാസയാത്രയ്ക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ രാജേന്ദ്രൻ ഞങ്ങളെ ജീപ്പിൽ മൂന്നാറിൽ KSRTC സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി യാത്രയായി. നമ്മളെ വിളിച്ച് ചോദിച്ചപ്പോൾ KSRTC സ്റ്റാൻഡിൽ അവർ പറഞ്ഞത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. 8 മണിക്ക് വന്ന് ടിക്കറ്റ് എടുക്കണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് 8 മണിക്ക് അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഒരു നിപ്പങ്ങ് തുടങ്ങി. എന്നിട്ട് ഒരു 9-9:30 ആയപ്പോഴാണ് നമ്മളുടെ ബസ് വരുന്നത്. ഇതാണ് നമ്മുടെ ബസ്, സൂപ്പർ എയർ ഡീലക്സ് സൈറ്റ് സീയിങ് എഴുതിയ ബസ്സായിരിക്കും. അപ്പോൾ അതാണ് നമ്മളെ ഉല്ലാസയാത്രയിൽ കൊണ്ടുപോകുന്നത്. എവിടെ പോണേ? KSRTC കയറി ഉല്ലാസയാത്രയ്ക്ക് പോണേ. പക്ഷേ നമ്മുടെ ഈ ട്രിപ്പ് ചതുരംഗപ്പാറയ്ക്കാണ് പോകുന്നത്. ലാസ്റ്റ് സ്റ്റോപ്പ് അതാണ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ടോട്ടൽ 9 സ്റ്റോപ്പുണ്ട്. ഫസ്റ്റ് വണ്ണാണ് മലൈക്കള്ളൻ കേവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാട്ടർഫോൾസും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷേ വാട്ടർഫോളിലൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിർത്തിയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടീ പ്ലാന്റേഷനിൽ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കാനും കുറച്ച് കാറ്റ് കൊള്ളാനും ഒരു തണലുള്ള സ്ഥലമായിരുന്നു. എൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ തണലില്ല, നിർത്തിയ സ്ഥലത്ത് തണലുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് പിന്നെ ഇതാണ് ആനയിറങ്കൽ ഡാം. അത് നമുക്ക് അങ്ങോട്ട് നടക്കാം. ഞങ്ങൾ നടന്നിട്ട് വന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ. ഇത് ചിറക്കൽ സ്പൈസസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അതാണ് സ്പൈസ് ഫാം വിസിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്പൈസസൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെ ടീയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാം. ഞാൻ കുറച്ച് ടീ ഒക്കെ മേടിച്ചായിരുന്നു വീട്ടിലേക്ക്. അതേപോലെ ഇതിൻ്റെ അടുത്തൊരു ഏലത്തോട്ടം ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഏലക്കയൊക്കെ ഉണ്ടാകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. എന്താ വാട്ട് ആർ യു ഈറ്റിംഗ്? ചിക്കൻ നൂഡിൽസ്. ഇറ്റ്സ് വെരി യമ്മി ഐ തിങ്ക്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ചതുരംഗപ്പാറയിലെത്തി. ഇങ്ങോട്ടേക്ക് നമ്മൾ ഓഫ് റോഡ് ജീപ്പിലൊക്കെ വേണം വരാൻ വേണ്ടി. 80 റുപ്പീസാണ് പെർ പേഴ്സൺ ജീപ്പിൻ്റെ ഫെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെയാണ്. നല്ല സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. ഇവിടെ കുറേ വിൻഡ് മില്ലൊക്കെ ഉണ്ട്. അതേപോലെ കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു 15 മിനിറ്റ്സൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഒരു 5-5:30 ആയപ്പോഴത്തേനും ഉല്ലാസയാത്ര കഴിഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ദ ബ്ലോസം ഹൈഡൽ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ തുടങ്ങി ഈവനിങ് അപ്പോഴത്തേനും നല്ല ഫ്ലവേഴ്സും പിന്നെ കളിക്കുന്ന കുറേ സ്ലൈഡ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്.